ഫൗണ്ടേഷൻസ് ഓഫ് കമ്പ്യൂട്ടിംഗ് ഫ്രം ഹാർഡ്വെയർ എസെൻഷ്യൽസ് ടു വെബ് ഡിസൈൻ എന്ന ടോപ്പിക്കിലെ ഫസ്റ്റ് മൊഡ്യൂളാണ് നമ്മളിപ്പോൾ നോക്കാൻ പോകുന്നത്. അതിൽ വരുന്ന സിലബസ് പോർഷൻ എന്ന് പറയുന്നത് കമ്പ്യൂട്ടർ ഹാർഡ്വെയറിനെ കുറിച്ചാണ്. അതുപോലെ മെമ്മറി ഹൈറാക്കിനെ കുറിച്ച് പഠിക്കാനുണ്ട്, മദർ ബോർഡിനെ കുറിച്ച് പഠിക്കാനുണ്ട്, അതുപോലെ ഡിഫറെന്റ് കമ്പ്യൂട്ടർ പെരിഫറൽസ്. അങ്ങനെ കമ്പ്യൂട്ടറിന്റെ ഏറ്റവും ഫണ്ടമെന്റൽ ആയിട്ടുള്ള ടോപ്പിക്സ് ആണ് ഈ ഒരു മൊഡ്യൂളിൽ നമ്മൾ കവർ ചെയ്ത് പോകുന്നത്. സോ ഈ ഒരു വീഡിയോയിൽ നമ്മൾ കമ്പ്യൂട്ടർ ആർക്കിടെക്ചർ, അതായത് കമ്പ്യൂട്ടറിന്റെ അകത്ത് വരുന്ന മെയിൻ ആയിട്ടുള്ള ആർക്കിടെക്ചറിനെ കുറിച്ചാണ് പഠിക്കാൻ പോകുന്നത്. സോ ഫസ്റ്റ് വരുന്നതാണ് അതിൽ വോൺ ന്യൂമാൻ ആർക്കിടെക്ചർ എന്ന് പറയുന്നത്. നമുക്കറിയാം, ഒരു കമ്പ്യൂട്ടർ സിസ്റ്റത്തിന്റെ അകത്ത് ഒരുപാട് കീ കമ്പണൻസ് ഉണ്ട്. ഇതെല്ലാം കറക്റ്റ് ആയിട്ട് ഓർഗനൈസ് ചെയ്താൽ മാത്രമേ നമ്മുടെ കമ്പ്യൂട്ടർ സിസ്റ്റം എന്ത് ചെയ്യത്തുള്ളൂ, പെർഫോം ചെയ്യത്തുള്ളൂ. ഈ കമ്പണൻസ് എല്ലാം ബേസ് ചെയ്തിരിക്കുന്നത് നമ്മുടെ വോൺ ന്യൂമാൻ ആർക്കിടെക്ചറിനെ ബേസ് ചെയ്തിട്ടായിരിക്കും. ഈ വോൺ ന്യൂമാൻ ആർക്കിടെക്ചറിന്റെ അകത്ത് CPU വരും, അതുപോലെ ഇൻപുട്ട് ആൻഡ് ഔട്ട്പുട്ട് യൂണിറ്റ്സ് വരും, മെമ്മറി യൂണിറ്റ് വരും, അതുപോലെ ഇത് തമ്മിലുള്ള കണക്ഷൻസ് ഉണ്ടല്ലോ, ആ ഒരു കണക്ഷൻസിനെ നമ്മൾ ബസ്സസ് എന്നാണ് പറയുന്നത്. അതുപോലെ ഈ ഒരു സിസ്റ്റം ബസ്സും വരും. ഫസ്റ്റ് നമ്മൾ ഈ ഒരു കമ്പ്യൂട്ടർ ആർക്കിടെക്ചർ പഠിക്കാൻ പോകുന്നത് നമ്മുടെ ബ്രെയിൻ ഓഫ് ദ കമ്പ്യൂട്ടറായ CPU നെ കുറിച്ചാണ്. നമുക്കറിയാം, CPU ഇസ് ദ ബ്രെയിൻ ഓഫ് ദ കമ്പ്യൂട്ടർ. CPU ആണ് എല്ലാ ഇൻസ്ട്രക്ഷൻസും എന്ത് ചെയ്യുന്നത്, എക്സിക്യൂട്ട് ചെയ്യാനായിട്ട് റെസ്പോൺസിബിൾ ആയിട്ടിരിക്കുന്ന ഒരു ബ്രെയിൻ ഓഫ് ദ കമ്പ്യൂട്ടർ എന്നൊക്കെ പറയാൻ പറ്റുന്നത് നമ്മുടെ CPU-നെയാണ്. CPU-ന്റെ അകത്ത് തന്നെ 3 ഡിഫറെന്റ് കമ്പണൻസ് ഉണ്ട്. അതാണ് ALU, CU ആൻഡ് രജിസ്റ്റേഴ്സ് എന്ന് പറയുന്നത്. നമുക്കറിയാം, ഇതാണ് ഒരു CPU. ഈ CPU-നകത്ത് ALU ഉണ്ട്, CU ഉണ്ട്, രജിസ്റ്റേഴ്സ് ഉണ്ട്. ഫസ്റ്റ് നമുക്ക് ALU എന്ന് സ്റ്റാർട്ട് ചെയ്യാം. ALU എന്ന് പറയുന്നത് ഇറ്റ് പെർഫോംസ് അരിത്തമെറ്റിക് ആൻഡ് ലോജിക്കൽ ഓപ്പറേഷൻസ്. അതായത് ഇപ്പൊ നമുക്ക് അരിത്തമെറ്റിക് ഓപ്പറേഷൻസ്, അഡിഷൻ, സബ്സ്ട്രാക്ഷൻ, മൾട്ടിപ്ലിക്കേഷൻ, ഡിവിഷൻ ഒക്കെ ചെയ്യണം. ഇത് ചെയ്യുന്നതെല്ലാം നമ്മുടെ ALU-ലായിരിക്കും. അതുപോലെ നമുക്ക് എന്തെങ്കിലും ലോജിക്കൽ ഓപ്പറേഷൻസ് ചെയ്യണം. ഫോർ എക്സാമ്പിൾ, A greater than B അല്ലെങ്കിൽ A less than B എന്ന് പറയുന്ന ലോജിക്കൽ ഓപ്പറേഷൻസ്, രണ്ട് റിലേഷണൽ ഓപ്പറേഷൻസ് കമ്പൈൻ ചെയ്തിട്ടുള്ള ലോജിക്കൽ ഓപ്പറേഷൻസ് ചെയ്യണമെങ്കിൽ അത് ചെയ്യുന്നത് എവിടെയായിരിക്കും, നമ്മുടെ അരിത്തമെറ്റിക് ആൻഡ് ലോജിക്കൽ യൂണിറ്റ് ആയിരിക്കും. സോ അരിത്തമെറ്റിക് ആൻഡ് ലോജിക്കൽ യൂണിറ്റിന്റെ മെയിൻ ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഇറ്റ് പെർഫോംസ് അരിത്തമെറ്റിക് ആൻഡ് ലോജിക്കൽ ഓപ്പറേഷൻസ്. അതുപോലെ അത് രജിസ്റ്റേഴ്സ്, നമ്മുടെ രജിസ്റ്റേഴ്സ് ഉണ്ടല്ലോ, ഇവിടെ താഴെ ഇരിക്കുന്ന ഈ ഒരു ഇതാണ് ഒരു മെമ്മറി യൂണിറ്റ് ആണ് രജിസ്റ്റേഴ്സ് എന്ന് പറയുന്നത്. രജിസ്റ്റേഴ്സിന് ഡയറക്റ്റ് ആയിട്ട് ഫെച്ച് ചെയ്യുന്ന ഡേറ്റ വെച്ചായിരിക്കും നമ്മുടെ ALU എന്ത് ചെയ്യുന്നത്, അരിത്തമെറ്റിക് അല്ലെങ്കിൽ ലോജിക്കൽ ഓപ്പറേഷൻസ് പെർഫോം ചെയ്യുന്നത്. അടുത്ത് വരുന്നത് ഏറ്റവും ടോപ്പിലിരിക്കുന്ന നമ്മുടെ ബ്രെയിൻ, നമ്മുടെ എന്താണ്, CPU ഇസ് ദ ബ്രെയിൻ ഓഫ് ദ കമ്പ്യൂട്ടർ. അതിന്റെ തന്നെ ഏറ്റവും സെന്റർ പോയിന്റ് എന്നൊക്കെ പറയുന്നത് നമ്മുടെ കൺട്രോൾ യൂണിറ്റ് ആണ്. കൺട്രോൾ യൂണിറ്റിന്റെ മെയിൻ ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഓരോ ഇൻസ്ട്രക്ഷനെയും കോർഡിനേറ്റ് ചെയ്യുക, അല്ലെങ്കിൽ ഓരോ ആക്ടിവിറ്റീസും കറക്റ്റ് ആയിട്ട് നടത്തുക എന്നുള്ളതാണ്. സോ ഇറ്റ് ഡയറക്ട്സ് ആൻഡ് കോർഡിനേറ്റ്സ് ഓൾ ദ ആക്ടിവിറ്റീസ് ഓഫ് ദ കമ്പ്യൂട്ടർ. അതാണ് നമ്മുടെ കൺട്രോൾ യൂണിറ്റ് ചെയ്യുന്നത്. അതായത് മെമ്മറിയിൽ നിന്ന് കിട്ടുന്ന എല്ലാ ഇൻസ്ട്രക്ഷൻസിനെയും അത് ഡീകോഡ് ചെയ്തതിനു ശേഷം മറ്റ് കമ്പണൻസിലോട്ട് എന്ത് ചെയ്യുക, സിഗ്നൽ കൊടുക്കും. അത് മാത്രമല്ല, കൺട്രോൾ യൂണിറ്റ് അറ്റ് ദ ടോപ്പ് ഇറ്റ് എൻഷുവേഴ്സ് ദാറ്റ് എല്ലാ ടാസ്കും കറക്റ്റ് ഓർഡറിലാണ് എക്സിക്യൂട്ട് ചെയ്യുന്നത് എന്നൊക്കെ എൻഷുർ ചെയ്യുന്നത് നമ്മുടെ കൺട്രോൾ യൂണിറ്റ് ആയിരിക്കും. നെക്സ്റ്റ് വരുന്നത് രജിസ്റ്റേഴ്സ് ആണ്. രജിസ്റ്റേഴ്സ് ആർ ദ സ്മോൾ ഹൈ സ്പീഡ് സ്റ്റോറേജ് ലൊക്കേഷൻസ് ഇൻസൈഡ് ദ CPU. CPU-ന്റെ തന്നെ അകത്തുള്ള ചെറിയ അല്ലെങ്കിൽ ഹൈ സ്പീഡ് ആയിട്ടുള്ള സ്റ്റോറേജ് ലൊക്കേഷൻസ് ആണ് നമ്മുടെ രജിസ്റ്റേഴ്സ് എന്ന് പറയുന്നത്. രജിസ്റ്റേഴ്സിന്റെ അകത്ത് ഇപ്പം നമ്മളിപ്പോൾ ഒരു അരിത്തമെറ്റിക് കാൽക്കുലേഷൻ ചെയ്യാണ്, വെച്ച് A+B +C+D എന്ന് പറയുന്നത് ചെയ്യാണ്. അപ്പൊ നമുക്ക് A+B ചെയ്യണം. അപ്പം A+B ചെയ്തതിനു ശേഷം അതിന്റെ ഒരു റിസൾട്ട് നമുക്ക് ഇന്റർമീഡിയറ്റ് ആയിട്ട് ഒരു സ്ഥലത്ത് സ്റ്റോർ ചെയ്യണം. അങ്ങനെ സ്റ്റോർ ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ഇന്റർമീഡിയറ്റ് സ്റ്റോറേജ് ലൊക്കേഷൻ ആണ് രജിസ്റ്റർ എന്ന് പറയുന്നത്. ദേ ടെമ്പററിലി ഹോൾഡ് ഡേറ്റ, ഇൻസ്ട്രക്ഷൻസ് ഓർ ഇന്റർമീഡിയറ്റ് റിസൾട്ട്സ്. അപ്പൊ രജിസ്റ്റേഴ്സിന്റെ അകത്തായിരിക്കും നമ്മൾ ടെമ്പററി ആയിട്ട് നമ്മുടെ റിസൾട്ട് ഒക്കെ സ്റ്റോർ ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നത്. രജിസ്റ്റേഴ്സിനെ കുറിച്ച് നമ്മൾ ഇനി ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും. രജിസ്റ്റേഴ്സ് ഒരുപാട് ടൈപ്സ് ഉണ്ട്. അതായത് അക്യുമുലേറ്റർ ഉണ്ട്, ഇൻസ്ട്രക്ഷൻ രജിസ്റ്റർ ഉണ്ട്, പ്രോഗ്രാം കൗണ്ടർ ഉണ്ട്. ഈ ഒരു മൊഡ്യൂളിലെ ലാസ്റ്റ് അല്ല, എനിക്ക് തോന്നുന്നു ഓൺ ദ വേ നമ്മൾ രജിസ്റ്റേഴ്സിനെ കുറിച്ച് നമ്മൾ പഠിക്കും. അടുത്ത് വരുന്നത് നമ്മൾ കമ്പ്യൂട്ടർ ആർക്കിടെക്ചർ ആണ് പറഞ്ഞുകൊണ്ടിരുന്നത്. അതിൽ നമ്മൾ CPU-നെ കുറിച്ച് പറഞ്ഞു. അടുത്ത് വരുന്നത് നമ്മുടെ മെമ്മറി യൂണിറ്റ് ആണ്. മെമ്മറി യൂണിറ്റ് സ്റ്റോർസ് ബോത്ത് ദ ഡേറ്റ ആൻഡ് ഇൻസ്ട്രക്ഷൻസ് റിക്വയർഡ് ബൈ ദ CPU. അതായത് CPU-ന് എന്തൊക്കെ വേണം, ടാസ്ക് എക്സിക്യൂട്ട് ചെയ്യാനായിട്ട് എന്തൊക്കെ ഡേറ്റ അല്ലെങ്കിൽ എന്തൊക്കെ ഇൻസ്ട്രക്ഷൻസ് വേണം, ഇതെല്ലാം സ്റ്റോർ ചെയ്യുന്നത് നമ്മുടെ മെമ്മറി യൂണിറ്റിലായിരിക്കും. മെമ്മറി യൂണിറ്റിൽ തന്നെ നമുക്ക് 3 ടൈപ്പ് മെമ്മറി യൂണിറ്റ് ഉണ്ട്. RAM ഉണ്ട്, അതായത് പ്രൈമറി മെമ്മറി ഉണ്ട്, സെക്കൻഡറി മെമ്മറി ഉണ്ട്, അതുപോലെ കേഷ് മെമ്മറി ഉണ്ട്. പ്രൈമറി മെമ്മറി എന്ന് പറയുന്നത് നമുക്ക് ടെമ്പററി ആയിട്ട് സ്റ്റോർ ചെയ്യാനും, സെക്കൻഡറി മെമ്മറി എന്ന് പറയുന്നത് പെർമനന്റ് സ്റ്റോറേജിനും, ക്യാഷ് മെമ്മറി എന്ന് പറയുന്നത് എപ്പോഴും നമ്മൾ ആക്സസ് ചെയ്യുന്ന ഡേറ്റ. ഫോർ എക്സാമ്പിൾ, നമ്മുടെ മൊബൈലിൽ തന്നെ ഒരു ക്യാഷ് മെമ്മറി കാണും, വിച്ച് വി യൂസ് ടു ഫ്രീക്വന്റ്ലി ആക്സസ് ചെയ്യുന്ന ഡേറ്റ ഒക്കെ സ്റ്റോർ ചെയ്യാനായിട്ടുള്ള. അങ്ങനെ മെമ്മറി യൂണിറ്റ് 3 ടൈപ്സ് ഉണ്ട്. പ്രൈമറി മെമ്മറി, അതുപോലെ സെക്കൻഡറി മെമ്മറി, ക്യാഷ് മെമ്മറി. അതിനെക്കുറിച്ച് നമ്മൾ ഈ ഒരു ചാപ്റ്ററിന്റെ ഡീറ്റെയിൽ ആയിട്ട്, ഈ ചാപ്റ്റർ അല്ല, ഈ മൊഡ്യൂളിന്റെ ഡീറ്റെയിലിൽ നമ്മൾ പഠിക്കുന്നുണ്ട്. അടുത്ത് വരുന്നത്
ഇൻപുട്ട് അല്ലെങ്കിൽ ഔട്ട്പുട്ട് യൂണിറ്റ് ആണ്. ഇൻപുട്ട് ഡിവൈസ് നമുക്കറിയാം എന്താണ്, ഇറ്റ് അലോ യൂസേഴ്സ് ടു ഇന്ററാക്ട് വിത്ത് കമ്പ്യൂട്ടർ. നമ്മൾ എല്ലാ ഇൻപുട്ടും കൊടുക്കുന്നത് എവിടെ വരെയായിരിക്കും, നമ്മുടെ ഇൻപുട്ട് യൂണിറ്റിലൂടെ ആയിരിക്കും. ഔട്ട്പുട്ട് യൂണിറ്റ് എന്ന് പറയുന്നത് നമ്മുടെ റിസൾട്ട് ഡിസ്പ്ലേ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഔട്ട്പുട്ട് യൂണിറ്റ് യൂസ് ചെയ്യുന്നത്. അടുത്തത് സിസ്റ്റം ബസ് ആണ്. സോ കമ്പ്യൂട്ടർ ആർക്കിടെക്ചറിൽ ഫസ്റ്റ് നമ്മൾ പഠിച്ചത് സി പി യുനെ കുറിച്ചാണ്. അടുത്ത് നമ്മൾ പഠിച്ചത് മെമ്മറി യൂണിറ്റിനെ കുറിച്ചാണ്. അത് കഴിഞ്ഞ് നമ്മൾ പഠിച്ചത് ഇൻപുട്ട് അല്ലെങ്കിൽ ഔട്ട്പുട്ട് യൂണിറ്റ്. ഫോർത്ത് കമ്പണന്റ് എന്ന് പറയുന്നത് സിസ്റ്റം ബസ് ആണ്. സിസ്റ്റം ബസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ എല്ലാ കമ്പണൻസ് നമ്മൾ ഇന്റർ കണക്ഷൻ വേണം അല്ലെ. അപ്പൊ ഈ ഒരു ഇന്റർ കണക്ഷനെ നമ്മൾ പറയുന്ന പേരാണ് ബസ് എന്ന് പറയുന്നത്, സിസ്റ്റം ബസ് എന്ന് പറയുന്നത്. The components in the von Neumann architecture, they communicate each other through this bus. They are the shared pathways for data transfer. അതായത് ഇവർ തമ്മിലൊരു കണക്ഷൻ വേണം, എങ്കിൽ ഇവർക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ആ ഒരു കണക്ഷനെയാണ് നമ്മൾ ബസ് എന്ന് പറയുന്നത്. There are 3 types of bus. ഡേറ്റ ബസ് ഉണ്ട്, അഡ്രസ് ബസ് ഉണ്ട്, അതുപോലെ കൺട്രോൾ ബസ് ഉണ്ട്. ഡേറ്റ ബസ് എന്ന് പറയുന്നത് ഡേറ്റ ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നതാണ്. സി പി യും മെമ്മറിയും ഇൻപുട്ട് ഔട്ട്പുട്ട് ഡിവൈസ് തമ്മിൽ ഡേറ്റ ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടി നമ്മൾ ഡേറ്റ ബസ് യൂസ് ചെയ്യുന്നത്. അഡ്രസ് ബസ് എന്തിനായിരിക്കും, നമ്മൾ അഡ്രസ് ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടിയിട്ട് എവിടെയാണോ മെമ്മറി അഡ്രസ്സ്, അത് ഈ ഒരു ഡേറ്റ സ്റ്റോർ ചെയ്ത് വെച്ചേക്കുന്ന മെമ്മറി അഡ്രസ് ഏതാണ് എന്നുള്ള മെമ്മറി അഡ്രസ് ട്രാൻസ്ഫർ ചെയ്യാനായിരിക്കും, അല്ലെങ്കിൽ മെമ്മറി ലൊക്കേഷൻ ട്രാൻസ്ഫർ ചെയ്യാനായിരിക്കും നമ്മൾ അഡ്രസ് ബസ് യൂസ് ചെയ്യുന്നത്. ഇനി കൺട്രോൾ ബസ് എന്ന് പറയുന്നത് എന്താണ്, കൺട്രോൾ യൂണിറ്റിന്റെ സിഗ്നൽസ് ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടിയിട്ട് കൺട്രോൾ യൂണിറ്റിൽ നിന്ന് സിഗ്നൽസ് മറ്റ് സി പി യു കമ്പണൻസിലോട്ട് ട്രാൻസ്ഫർ ചെയ്യാനായിരിക്കും നമ്മൾ കൺട്രോൾ ബസ് യൂസ് ചെയ്യുന്നത്. അടുത്ത ഇനി ഈ ഒരു മൊഡ്യൂളിൽ തന്നെ വരുന്നതാണ് നമ്മുടെ ഇൻസ്ട്രക്ഷൻ ഫ്ലോ അല്ലെങ്കിൽ ഇന്ററാക്ഷൻ ഫ്ലോ എന്ന് പറയുന്നത്. നമ്മുടെ ഈ ഒരു കമ്പ്യൂട്ടർ ആർക്കിടെക്ചറിന്റെ അകത്ത് എങ്ങനെയാണ് ഇന്ററാക്ഷൻസ് ഫ്ലോ ചെയ്യുന്നത്, ഓക്കെ, അതിന് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു സൈക്കിളാണ് ഫെച്ച്, ഡീകോഡ്, എക്സിക്യൂട്ട്, സ്റ്റോർ സൈക്കിൾ എന്ന് പറയുന്നത്. ഫസ്റ്റ് തിങ് എന്ന് പറഞ്ഞാൽ സി പി യു എന്ത് ചെയ്യും, ഇൻസ്ട്രക്ഷൻസ് എല്ലാം ഫെച്ച് ചെയ്യും. ഓക്കെ, ഫസ്റ്റ് എന്ന് പറഞ്ഞാൽ ഈ സി പി യു എല്ലാം എവിടെ നിന്നായിരിക്കും ഫെച്ച് ചെയ്യുന്നത്, നമ്മുടെ പ്രോഗ്രാം കൗണ്ടറിലായിരിക്കും. ഈ പ്രോഗ്രാം കൗണ്ടറിനെ കുറിച്ചൊക്കെ ഈ ഒരു മൊഡ്യൂൾ ലേറ്റർ ആയിരിക്കും പഠിക്കുന്നത്. പക്ഷെ ആദ്യം നമ്മൾ ജസ്റ്റ് ഫെച്ച് എന്താണെന്ന് പറഞ്ഞാൽ മതി. ഫെച്ച് എന്ന് പറയുന്നത് നമ്മുടെ സി പി യു എല്ലാ ഇൻസ്ട്രക്ഷൻസും മെമ്മറിയിൽ നിന്ന് ഫെച്ച് ചെയ്യും യൂസിങ് ദ അഡ്രസ് സ്റ്റോർഡ് ഇൻ ദ പ്രോഗ്രാം കൗണ്ടർ. എല്ലാ ഇൻസ്ട്രക്ഷൻസും ആദ്യം എന്ത് ചെയ്യും, ഫെച്ച് ചെയ്യും. ഫെച്ച് ചെയ്യും മീൻസ് അതിൽ ഏതൊക്കെയാണ് ഇൻസ്ട്രക്ഷൻസ് എന്ന് ആദ്യം നമ്മുടെ പ്രോഗ്രാം കൗണ്ടറിലുള്ള ഇൻസ്ട്രക്ഷൻസ് എല്ലാം സി പി യു തന്നെ ഫെച്ച് ചെയ്തെടുക്കും. അത് കഴിഞ്ഞ് രണ്ടാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഇതെല്ലാം എന്ത് ചെയ്യും, കൺട്രോൾ യൂണിറ്റ് ഡീകോഡ് ചെയ്യും ഈ ഒരു ഫെച്ച്ഡ് ഇൻസ്ട്രക്ഷനെ. എന്നിട്ട് എ എൽ യുവിനെ അല്ലെങ്കിൽ ഏതൊരു പാർട്ടാണോ ഈ ഒരു ഇൻസ്ട്രക്ഷൻ ഡീകോഡ് ചെയ്യുന്നത് അതിനുവേണ്ടി ആ ഒരു ടാസ്ക് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി അതിനെ എന്ത് ചെയ്യും, എക്സിക്യൂട്ട് ചെയ്യാൻ, അതായത് അത് ഡീകോഡ് ചെയ്ത് വെക്കും. അതായത് ഇപ്പൊ അഡിഷൻ ആണോ, സബ്സ്ട്രാക്ഷൻ ആണോ, ലോജിക്കൽ ഓപ്പറേഷൻ ആണോ, എന്തൊക്കെയാണ് അത് പെർഫോം ചെയ്യേണ്ടത് എന്ന് ഡീകോഡ് ചെയ്ത് വെക്കും. അതിനുശേഷം ഏതിലോട്ടാണോ ഇത് എക്സിക്യൂട്ട് ചെയ്യേണ്ടത് അതിലോട്ട് അത് ഡീകോഡ് ഫേസ് കൊടുക്കും. അതിനുശേഷം ഇപ്പൊ എ എൽ യുവിനാണ് കൊടുത്തെങ്കിൽ എ എൽ യു എന്ത് ചെയ്യും, അവർ റിക്വയർഡ് മാത്തമാറ്റിക്കൽ അല്ലെങ്കിൽ ലോജിക്കൽ ഓപ്പറേഷൻ എക്സിക്യൂട്ട് ചെയ്യും. അതിനുശേഷം അതിനെ എന്ത് ചെയ്യും, ഇൻപുട്ട് അല്ലെങ്കിൽ ഔട്ട്പുട്ട് ഡിവൈസിലോട്ട് ചിലപ്പോൾ സ്റ്റോർ ചെയ്യും. ചിലപ്പം അത് ഔട്ട്പുട്ട് ഡിവൈസസിൽ അത് ഡിസ്പ്ലേ ആകും, റിസൾട്ട് ഡിസ്പ്ലേ ആവും, അല്ലെങ്കിൽ രജിസ്റ്റേഴ്സിൽ എന്ത് ചെയ്യും, അത് സ്റ്റോർ ആവും. സോ ഇത്രയുമാണ് നമ്മുടെ ആർക്കിടെക്ചർ എന്ന് പറയുന്നത്. അപ്പം നമ്മുടെ സി പി യു ആർക്കിടെക്ചറിനെ കുറിച്ച് അല്ലെങ്കിൽ കമ്പ്യൂട്ടർ ആർക്കിടെക്ചറിനെ കുറിച്ചുള്ള ക്വസ്റ്റ്യൻ വരികയാണെങ്കിൽ നമ്മൾ സി പി യുനെ കുറിച്ചും മെമ്മറിയെ കുറിച്ചും ഇൻപുട്ട് ഔട്ട്പുട്ട് ഡിവൈസസിനെ കുറിച്ചും സിസ്റ്റം ബസിനെ കുറിച്ചും അതുപോലെ ഈ ഒരു ഇന്ററാക്ഷൻ ഫ്ലോയിനെ കുറിച്ചുമാണ് നമ്മൾ ആൻസർ ചെയ്യേണ്ടത്. ഈ ഫെച്ച്, ഡീകോഡ്, എക്സിക്യൂട്ട് സൈക്കിളിനെ കുറിച്ച് ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഫോർ എക്സാമ്പിൾ ഇപ്പം എ പ്ലസ് ബി ഈക്വൽ ടു സി എന്ന് കൊടുക്കുകയാണെങ്കിൽ ആദ്യം എന്ത് ചെയ്യും, നമ്മുടെ സി പി യു ഫെച്ച് ചെയ്യും. എ പ്ലസ് ബി ആണ് നമ്മുടെ ഇൻസ്ട്രക്ഷൻ എന്ന് പറഞ്ഞാൽ എ പ്ലസ് ബി ഈക്വൽ സി ആണ് നമ്മുടെ ഇൻസ്ട്രക്ഷൻ എന്ന് ഫെച്ച് ചെയ്യും. അതിനുശേഷം എന്ത് ചെയ്യും, കൺട്രോൾ യൂണിറ്റ് ഡീകോഡ് ചെയ്യും. ഡീകോഡ് ചെയ്ത് എന്തായിരിക്കും, എന്ത് ഓപ്പറേഷൻ ആണ് അവിടെ പെർഫോം ചെയ്യുന്നത്. അപ്പൊ നമുക്കറിയാം അഡീഷൻ ആണ് അവിടെ പെർഫോം ചെയ്യുന്നത്. അതിനുശേഷം എന്ത് ചെയ്യും, നമ്മുടെ അരിത്തമെറ്റിക് ആൻഡ് ലോജിക്കൽ ഓപ്പറേറ്റർ ആ ഒരു അഡീഷൻ എന്ത് ചെയ്യും, എക്സിക്യൂട്ട് ചെയ്യും. അതായത് എ പ്ലസ് ബി എന്ന് പറയുന്ന അഡീഷൻ എക്സിക്യൂട്ട് ചെയ്യും. അപ്പൊ നമുക്ക് എന്ത് ചെയ്യും, ഒരു ആൻസർ കിട്ടും, സി എന്ന് പറയുന്ന ഒരു ആൻസർ കിട്ടും. അതിന് എന്ത് ചെയ്യും, സി എന്ന് പറയുന്ന ഒരു റിസൾട്ടിനെ സി എന്ന് പറയുന്ന ഒരു വേരിയബിളിലോട്ട് എന്ത് ചെയ്യും, സ്റ്റോർ ചെയ്യും, അല്ലെങ്കിൽ അതിനെ ഡിസ്പ്ലേ ചെയ്യും ഔട്ട്പുട്ട് ഡിവൈസസ്. അതാണ് സ്റ്റോർ എന്ന് പറയുന്നത്. സോ ഈ ഒരു ഫെച്ച്, ഡീകോഡ്, എക്സിക്യൂട്ട് സൈക്കിൾ എന്ന് പറയുന്നത് എല്ലാ കമ്പ്യൂട്ടേഷൻ ഡ്രൈവ്സിലും നമുക്ക് വളരെയധികം യൂസ്ഫുള്ളും ആണ്. അതുപോലെ അത് എന്താണ്, ഒരു സെന്റർ ആണ്, ഒരു ഇന്ററാക്ഷൻ ഫ്ലോയിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു സൈക്കിളാണ് നമ്മുടെ കമ്പ്യൂട്ടർ മെഷീനിൽ. സോ നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് മെമ്മറി ഹൈറാക്കിനെ കുറിച്ച് നോക്കാം.